തലവേദനയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരായി നമ്മുടെ കൂടെ ആരും ഉണ്ടായിരിക്കുകയില്ലല്ലോ. എന്നാൽ തലവേദന വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? വേദനസംഹാരി കഴിച്ച് താൽക്കാലിക ആശ്വാസം നേടുന്നു. നമ്മുടെ കൂടെയുള്ള 7 പേരിൽ ഒരാൾക്ക് മൈഗ്രെയിൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ തലവേദന ഒരു രോഗലക്ഷണം മാത്രമാണെന്നും അതിന് പിന്നിലുള്ള രോഗം പലതാകാമെന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനമായും തലവേദന ഉണ്ടാക്കുന്ന 4 കാര്യങ്ങളാണ്: മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, ക്ലസ്റ്റർ ഹെഡേക്ക്, ടെൻഷൻ ഹെഡേക്ക്. ഇതുകൂടാതെ തലച്ചോറിലുണ്ടാവുന്ന മുഴകളും ബ്ലഡ് പ്രഷറും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും തലവേദന ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ തലവേദനയുടെ കാരണങ്ങൾ സ്വയം എങ്ങനെ കണ്ടെത്താം? നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളിലൂടെ ഈ തലവേദനയെ നമുക്ക് എങ്ങനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വരുന്ന തലവേദനയായ സൈനസൈറ്റിസിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് സൈനസൈറ്റിസ്? ഏത് വാക്കിൻ്റെ കൂടെ ഐറ്റിസ് എന്ന് വന്നാലും അതിൻ്റെ അർത്ഥം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം എന്നാണ്. സൈനസ് ഐറ്റിസ്, സൈനസ് എന്ന ഭാഗത്തിനുണ്ടാവുന്ന നീർവീക്കത്തെയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി സൈനസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ നെറ്റിയിലും കവിളിൻ്റെ 2 ഭാഗത്തും മൂക്കിൻ്റെ പുറകുവശത്തുമായി കാണുന്ന വായു നിറഞ്ഞ അറകളെയാണ് സൈനസ് എന്ന് പറയുന്നത്. ഈ സൈനസിനെ തൊതിഞ്ഞ് ഉൾഭാഗത്തായി ഒരു തൊലി പോലുള്ള ആവരണമുണ്ട്. ഈ ആവരണം കഫം അല്ലെങ്കിൽ സ്പ്യൂട്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സൈനസിൻ്റെ പ്രധാന ജോലി എന്താണെന്നറിയോ? നമ്മൾ ശ്വസിക്കുന്ന വായു മുഴുവൻ ശുദ്ധവായു അല്ലല്ലോ. ആ വായുവിൽ പൊടിപടലങ്ങളും രോഗാണുക്കളും എല്ലാം കാണും. ഒരു അരിപ്പ പോലെ പ്രവർത്തിച്ച് ഈ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും പിടിച്ചു നിർത്തുന്നത് ഈ സൈനസ് ആണ്. സാധാരണഗതിയിൽ സൈനസിലുണ്ടാകുന്ന കഫം ഒരു ദ്വാരത്തിലൂടെ മൂക്കിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നു. എന്നാൽ ധാരാളം പൊടിപടലങ്ങൾ സൈനസിൽ അടഞ്ഞു കഴിയുമ്പോൾ മൂക്കിലോട്ടുള്ള ഈ ദ്വാരം അടഞ്ഞു പോവുകയും കഫം അവിടെ തന്നെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. ഏത് സാധനം കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഇൻഫെക്ഷൻ ആവില്ലേ? അതുപോലെ ഈ സൈനസിൽ കെട്ടിക്കിടുന്ന കഫത്തിലും ബാക്ടീരിയയോ വൈറസോ ഫംഗസോ വളരുകയും അത് പഴുപ്പായി മാറുകയും ചെയ്യുന്നു. പഴുപ്പായി മാറിക്കഴിയുമ്പോൾ അതിന് ചുറ്റും നീർവീക്കം ഉണ്ടാവുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് തലവേദന അനുഭവപ്പെടുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈനസുകൾ? ഒന്ന് നമ്മുടെ നെറ്റിയിൽ 2 ഭാഗത്തും കാണുന്നത്, അതിനെയാണ് ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നമ്മുടെ കവിളിൻ്റെ 2 ഭാഗത്തും മൂക്കിൻ്റെ സൈഡിലായി കണ്ണിന് താഴെയായി കാണുന്നത്, അതാണ് ഏറ്റവും വലിയ സൈനസ്. അതിനെ മാക്സിലറി സൈനസ് എന്ന് പറയുന്നു. പിന്നെ കണ്ണിൻ്റെ സൈഡിലായി കാണുന്ന എഡ്മോയിഡൽ സൈനസ്, പിന്നെ മൂക്കിൻ്റെ ഉൾഭാഗത്തായി കാണുന്ന സ്പിനോയിഡൽ സൈനസ്. ഈ സൈനസൈറ്റിസ് വഴി ഉണ്ടാവുന്ന തലവേദന എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്ന്, ഈ സൈനസൈറ്റിസ് കൊണ്ടുണ്ടാവുന്ന തലവേദനയോട് കൂടി നമുക്ക് തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ് എന്നിവ ഉണ്ടാവാം. പിന്നെ പനിക്ക് ശേഷം വരുന്ന തലവേദനകളും മിക്കവാറും സൈനസ് കൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് അമർത്തി പിടിക്കുകയാണെങ്കിൽ ആ വേദന കൂടുന്നതായിട്ട് കാണാം. നമ്മൾ തല കുമ്പിടുമ്പോഴും സൈനസ് കൊണ്ടുള്ള തലവേദന കൂടുന്നതായിട്ട് കാണാം. പിന്നെ അന്തരീക്ഷത്തിലുണ്ടാവുന്ന വ്യതിയാനങ്ങളും സൈനസ് തലവേദനയുടെ ശക്തിയെ നിയന്ത്രിക്കാറുണ്ട്. എങ്ങനെ നമുക്ക് ഈ സൈനസ് തലവേദനയെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും? ഒരു പരിധി വരെ പുകപടലങ്ങളുമായി അല്ലെങ്കിൽ കെമിക്കലുമായി എപ്പോഴും എക്സ്പോഷർ ഉള്ള ആളുകളാണെങ്കിൽ അവർ ഒരു N95 മാസ്ക് ധരിക്കുക. അതിൻ്റെ ഫലമായി നമ്മുടെ മൂക്കിലോട്ട് കയറുന്ന പൊടിപടലങ്ങളുടെ അളവ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. രണ്ടാമതായി, ജോലി കഴിഞ്ഞ് വരുന്ന ഉടൻ തന്നെ തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുക. അപ്പോൾ കെട്ടിക്കിടക്കുന്ന കഫം പോകാനും പുതുതായി കയറിയ പൊടിപടലങ്ങൾ നമ്മുടെ മൂക്കിൽ നിന്ന് പുറത്തോട്ടൊഴുകുവാനും ഇത് സഹായിക്കും. പിന്നെ പഴയതായി കെട്ടിക്കിടക്കുന്ന കഫം കളയാനായി നമുക്ക് മരുന്നുകൾ കഴിക്കാവുന്നതാണ്. ക്ലസ്റ്റർ ഹെഡേക്ക് ഒരു കണ്ണിന് ചുറ്റിലുമോ കണ്ണിൻ്റെ പുറകിലോ ആയി വരുന്ന അതികഠിനമായ തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. സ്ത്രീകളെക്കാളും പുരുഷന്മാരിലാണ് ഇത് കൂടുതലായി കാണുന്നത്. പുകവലി ക്ലസ്റ്റർ ഹെഡേക്കിനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക് 15 മിനിറ്റ് മുതൽ 3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ്. പല ദിവസങ്ങളിലും ആഴ്ചകളോളം മാസങ്ങളോളം തുടർച്ചയായി റിപ്പീറ്റായി വരുന്നതുകൊണ്ടാണ് ഇതിനെ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ കാണപ്പെടുന്ന മറ്റ് സിംറ്റങ്ങൾ കണ്ണ് ചുവക്കുക, കണ്ണുനീര് വരിക, മൂക്ക് അടയുക, മൂക്കിലൂടെ കഫം വരിക എന്നുള്ളവയാണ്. ക്ലസ്റ്റർ ഹെഡേക്ക് വന്നാൽ നമ്മൾ ഒരു വിദഗ്ധ ഡോക്ടറുടെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. മൈഗ്രെയിൻ നമ്മുടെ തലച്ചോറിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന രക്തക്കുഴലുകളെയും നാഡീവ്യൂഹങ്ങളുടെയും സാധാരണ നിലയിൽ വരുന്ന വ്യതിയാനത്തിലൂടെ ഉണ്ടാവുന്ന തലവേദനയാണ് മൈഗ്രെയിൻ.
ഈ വ്യതിയാനങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെയാണ് നമ്മൾ ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായും മൈഗ്രെയിൻ്റെ ട്രിഗർ ഫാക്ടേഴ്സ് ഉറക്കമില്ലായ്മ, സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, നമ്മൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കുക, കൂടുതൽ നേരം കണ്ണ് TV-യിലോ ഫോണിലോ നോക്കിയിരിക്കുക, സിന്തറ്റിക് ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക, വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുക, ഹോർമോണൽ വ്യതിയാനങ്ങൾ എന്നിവയാണ്. പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് മൈഗ്രെയിൻ കൂടുതലായി കാണപ്പെടുന്നത്. മെനോപോസിൻ്റെ സമയത്തും ആദ്യമായി പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്തും ഈ മൈഗ്രെയിൻ ആദ്യമായി അനുഭവപ്പെടാറുണ്ട്. മൈഗ്രെയിൻ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് ഒരു സൈഡിൽ മാത്രമായിരിക്കും തുടങ്ങുന്നത്. മൈഗ്രെയിൻ വരുന്നതിന് മുമ്പായി കണ്ണിൻ്റെ കാഴ്ച കുറയുകയോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ കണ്ണിലോട്ട് പ്രകാശം അടിക്കുന്നതിന് പോലുള്ള തോന്നലുണ്ടാവുകയോ ചെയ്യുന്നു. മൈഗ്രെയിൻ മൂലമുള്ള തലവേദനയാണെങ്കിൽ ശബ്ദവും പ്രകാശവും തലവേദനയെ കൂട്ടുന്നതായി കാണാറുണ്ട്. അതോടുകൂടി ഛർദിൽ, ഓക്കാനം എന്നിവയും മൈഗ്രെയിൻ്റെ കൂടെ അനുബന്ധ സിംറ്റങ്ങളായി ഉണ്ടാവാറുണ്ട്. മൈഗ്രെയിൻ തലവേദന വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്നാമതായി കൃത്യസമയത്ത് ഉറങ്ങുക. രാത്രി 10 മണി മുതൽ 4 മണി വരെ എന്തായാലും ഉറങ്ങിയിരിക്കണം. നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നതാണ് കണക്ക്. ഇപ്പം നമ്മുടെ ശരീരഭാരം എത്രയുണ്ടോ അത്രയും ലിറ്റർ വെള്ളം കുടിക്കണം. മൂന്നാമതായി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. പുളി, എരിവ് എന്നിവ കൂടുതലായി ഉപയോഗിക്കാതിരിക്കുക. നാലാമതായി നമ്മൾ ലാപ്ടോപ്പ്, TV എന്നിവയെല്ലാം ധാരാളം സമയം കാണുകയാണെങ്കിൽ ഒരു സ്പെക്സ് വെക്കുന്നത് നല്ലതായിരിക്കും. അഞ്ചാമതായി നമ്മൾ കൂടുതൽ ലൈറ്റ്, സൗണ്ട് എന്നിവയ്ക്ക് എക്സ്പോഷർ കൊടുക്കാതിരിക്കുക. ടെൻഷൻ ഹെഡേക്ക്. സാധാരണയായി കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തല വരിഞ്ഞു മുറുകണ പോലെയുള്ള വേദന, തല പൊട്ടിപ്പൊളക്കണ പോലെയുള്ള വേദന എന്നൊക്കെ നമ്മളോട് പറയാറില്ലേ? അത് തലവേദനയല്ല, അവരുടെ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗലക്ഷണമാണ്. ടെൻഷൻ ഹെഡേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും നമ്മൾ സ്ട്രെസ് എടുക്കുമ്പോഴോ നമുക്ക് ഉറക്കമില്ലാതിരിക്കുമ്പോഴോ തലയുടെ 2 ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്ന തലവേദനയാണ് ടെൻഷൻ ഹെഡേക്ക്. ടെൻഷൻ ഹെഡേക്കിൻ്റെ കൂടെ അനുബന്ധ സിംറ്റങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. സ്ട്രെസ്സ് മാത്രമായിരിക്കും ഇതിനുള്ള കാരണം. ഇതിന് വിദഗ്ധ ചികിത്സയുടെ ആവശ്യമില്ല. റിലാക്സേഷൻ എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ എന്നിവയാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ. അതുപോലെ ടെൻഷൻ വരുമ്പോൾ അത് നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സ്വയം മോട്ടിവേഷൻ ക്ലാസ്സുകളോ എല്ലാം അറ്റൻഡ് ചെയ്താൽ ടെൻഷൻ ഹെഡേക്കിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുന്നതാണ്. അവസാനമായി ഏതൊക്കെ തലവേദനകൾ വരുമ്പോഴാണ് നമ്മൾ വിദഗ്ധ ഡോക്ടറിൻ്റെ ചികിത്സ തേടേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 1. 55 വയസ്സിന് ശേഷം ആദ്യമായി വരുന്ന തലവേദന. അതികഠിനമായ തലവേദന, ഒരു ദിവസം പെട്ടെന്ന് വരുന്ന തലവേദന, തലവേദനയോടുകൂടി ഛർദി ഉണ്ടാവുക, നമ്മുടെ നാക്ക് കുഴഞ്ഞു പോവുക, ക്ഷീണം തോന്നുക, കൈകാലുകൾക്ക് വിറയൽ അനുഭവപ്പെടുക. ഈ സിംറ്റങ്ങളോട് കൂടിയാണ് നിങ്ങൾക്ക് തലവേദന വരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ ഡോക്ടറിൻ്റെ അഭിപ്രായം തേടുകയും നല്ല ചികിത്സ നേടുകയും ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഈ തലവേദനകൾ അപകടകാരികളായി മാറാനുള്ള സാധ്യതയുണ്ട്.